പ്രിയപ്പെട്ടവരെ, മേലടി ഉപജില്ലാ കലോത്സവത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന CKG മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വേദി 1-ന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു പരിപാടി ഇന്നലെ ആരംഭിച്ചതാണ്. അതിഗംഭീരമായ സംഘാടനം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട മികവെന്നുള്ളത്. നമ്മുടെ മുരളിച്ചേട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ട്, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എന്തൊക്കെയാണ് ഈ ഒരു മുരളിയേട്ടൻ, എന്താണ് ഈ പരിപാടിയെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ്, എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇതിൻ്റെ സംഘാടനം? മികച്ച സംഘടനയാണ്. നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവിടുത്തെ അധ്യാപകർ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇതുവരെ നടന്നതൊക്കെ ഗംഭീരമാണ്. നാളെ അതുപോലെ തന്നെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൽ നാട്ടുകാരുടെ അതേപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ അകമഴിഞ്ഞ എല്ലാവിധ സപ്പോർട്ടും സഹകരണവും ഉണ്ട് എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും എല്ലാവരും എല്ലാവരും. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ ഒരു മികവെന്ന് പറയുന്നത് നാട്ടുകാരുടെ അതിഗംഭീരമായ സഹകരണം കൊണ്ടാണ് ഇത് ഇത്രയും മികച്ചതായെന്നാണ് മുരളിയേട്ടൻ്റെ അഭിപ്രായം. എന്തായാലും നമുക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പലതര ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യേണ്ടത് വെൽഫെയർ ഗ്രൂപ്പാണ്. നമുക്കെന്തായാലും ഈ ഒരു വെൽഫെയർ കമ്മിറ്റിയെ മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു മുരളിയേട്ടൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേലടി ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആതിഥേയത്വം വഹിക്കുന്ന ഈ CKG മെമ്മോറിയൽ ഹയർ സെക്കൻഡറികളിലെ ഈ ഒരു നമുക്കറിയാം, ഈ ഒരു പരിപാടിയുടെ സംഘാടനത്തിന് മികവിൽ ഈ ഒരു ഇത്രയും അതിഗംഭീരമായി ഈ പരിപാടി നടന്നു പോകുന്നതിന് പിന്നിൽ ഒരുപാട് കമ്മിറ്റികളുടെ അതിശക്തമായ പ്രവർത്തനമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വെൽഫെയർ കമ്മിറ്റി കോർഡിനേറ്റർ, കൺവീനർ കൂടിയായിട്ടുള്ള മുഹമ്മദ് മാഷാണ്. അപ്പോൾ നമുക്ക് മുഹമ്മദ് മാഷോട് ചോദിച്ചറിയാം കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇവിടെ വെൽഫെയർ കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹം, അവരുടെ ടീം ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇന്നലെ ആരംഭിച്ചു. ഈ സ്കൂൾ കലോത്സവം വിജയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന സബ് കമ്മിറ്റിയാണ് വെൽഫെയർ കമ്മിറ്റി. വെൽഫെയർ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളൊക്കെ മൂടാടി FHCയുടെ കീഴിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കീഴിലുള്ള ഒരു ടീം തന്നെ നമുക്കുണ്ട്. അവരുടെ കീഴിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് മെഡിക്കൽ സപ്പോർട്ടിനെ കുറിച്ചാണ്. മെഡിക്കൽ സപ്പോർട്ട് നമുക്ക് ചെയ്തു തരുന്നത് നന്ദി ബസാറിലുള്ള സഹാനി ഹോസ്പിറ്റലാണ്. അവരുടെ 3 ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള 3-4 ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു 15ഓളം വരുന്ന ഒരു ടീം തന്നെ എല്ലാ ദിവസവും ഇവിടെ സെറ്റായിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ അത്യാവശ്യത്തിന് വേണ്ട ECG അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യത്തോടു കൂടിയാണ് ഈ വെൽഫെയർ കമ്മിറ്റി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പിന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആംബുലൻസ് സേവനങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും പിന്നെ ഘട്ടങ്ങളിൽ ആംബുലൻസ് കിട്ടാത്ത ഒരു പ്രയാസങ്ങൾ വരികയാണെങ്കിൽ അതിനൊക്കെ റിസർവ്ഡായിട്ട് ഞങ്ങളൊരു 4 ആംബുലൻസ് കൂടുതലായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. പിന്നെ പബ്ലിക്കിനുള്ള ഒരു കുടിവെള്ളം ഞങ്ങൾ ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കുടിവെള്ളം പിന്നെ പയ്യോളിയുള്ള അക്വ ഫിൽട്ടർ എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ സേവനമായിട്ടാണ് ഞങ്ങൾ നൽകിയത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മളിവിടെ കാണാൻ കഴിഞ്ഞത് 5ഓളം ആംബുലൻസുകൾ അല്ലേ, അതേപോലെ തന്നെ 3 മെഡിക്കൽ ബെഡ് ഉണ്ട്, 3 ഡോക്ടേഴ്സ് ഉണ്ട്. എല്ലാവിധ സജ്ജീകരണങ്ങളും മെഡിക്കൽ സംബന്ധമായിട്ടായിക്കോട്ടെ, ഈ ഒരു പരിപാടിയുടെ ഏറ്റവും കൂടുതൽ ഏത് ഘട്ടത്തിലും പ്രവൃത്തി സജ്ജമായിട്ടുള്ള ഒരു നല്ലൊരു ടീം തന്നെയാണ് വെൽഫെയർ കമ്മിറ്റിക്കുള്ളത്. എന്തായാലും തീർച്ചയായും എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും ഇത്രയും മികവുറ്റ രീതിയിൽ ഈ ഒരു കമ്മിറ്റിയെ വളരെ ഗംഭീരമാക്കാൻ കഴിഞ്ഞതിൽ നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും സ്പോർട് കേരളയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ സ്പോർട് കേരള നിങ്ങൾക്ക് ഈ ഒരു 3 ദിവസം നമ്മൾ ലൈവായിട്ട് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഏത് സമയത്തും നിങ്ങൾക്ക് ബാർകോഡ് സ്കാൻ ചെയ്താൽ നേരിട്ട് നമ്മുടെ പ്രോഗ്രാം കാണാൻ കഴിയാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു.
അങ്ങനെയുള്ള സേവനമൊക്കെ ഞങ്ങൾക്ക് തന്നതിൽ. പിന്നെ ഈ കലാമേള വിജയിക്കുന്നതിൽ വളരെ ഒരു നിർണായകമായ ഒരു പങ്ക് വഹിക്കേണ്ടത് വെൽഫെയർ കമ്മിറ്റിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാവിധ സപ്പോർട്ടും പബ്ലിക്കിന്റെ ഭാഗത്തു നിന്ന് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. തീർച്ചയായും നമ്മളിവിടെ കാണാൻ കഴിഞ്ഞത് 5ഓളം ആംബുലൻസുകൾ അല്ലേ, അതേപോലെ തന്നെ 3 മെഡിക്കൽ ബെഡ് ഉണ്ട്, 3 ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാവിധ സജ്ജീകരണങ്ങളും മെഡിക്കൽ സംബന്ധമായിട്ടായിക്കോട്ടെ. ഈ ഒരു പരിപാടിയുടെ ഏറ്റവും കൂടുതൽ ഏത് ഘട്ടത്തിലും പ്രവൃത്തി സജ്ജമായിട്ടുള്ള ഒരു നല്ലൊരു ടീം തന്നെയാണ് വെൽഫെയർ കമ്മിറ്റിക്കുള്ളത്. എന്തായാലും തീർച്ചയായും എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും ഇത്രയും മികവുറ്റ രീതിയിൽ ഈ ഒരു കമ്മിറ്റിയെ വളരെ ഗംഭീരമാക്കാൻ കഴിഞ്ഞതിൽ നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും സ്പോർട് കേരളയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ സ്പോർട് കേരള നിങ്ങൾക്ക് ഈ ഒരു 3 ദിവസം നമ്മൾ ലൈവായിട്ട് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഏത് സമയത്തും നിങ്ങൾക്ക് ബാർകോഡ് സ്കാൻ ചെയ്താൽ നേരിട്ട് നമ്മുടെ പ്രോഗ്രാം കാണാൻ കഴിയാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു.